ഹായ് ഹലോ. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിന്ന് ബ്രെഡ് ഉണ്ടാക്കാൻ പോവാം മൈൻക്രാഫ്റ്റിൽ. പക്ഷെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. കുറേ ഇൻഗ്രീഡിയൻസ് അതിന് ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഫസ്റ്റ് അതിനുവേണ്ടി ഫർണേസ് ഉണ്ടാക്കാൻ പോവാ. ലെറ്റ്സ് ഗോ. ഫർണേസ് ഉണ്ടാക്കാൻ കല്ല് വേണം. കല്ലെടുക്കുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് വേണം. അണ്ടർഗ്രൗണ്ട് പോകണമെങ്കിൽ എന്തോ വേണമായിരുന്നല്ലോ. കിട്ടി കിട്ടി കിട്ടി. പിക്കാക്സ് വേണം. പിക്കാക്സ് ഉണ്ടാക്കാൻ വുഡ് എടുക്കുക. മൂന്നാമത്തെ വുഡ് അത്രേ ഉള്ളൂ. 3 വുഡ്. ഒരു വുഡും കൂടി എടുക്കുക. 4 വുഡായി. നമ്മൾ റിച്ചായി. 1 2 3 4. ഇതെന്താ വരുന്നത്? ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിരുന്നല്ലോ വരണ്ടേ. ഓക്കെ 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 4 16 16 വുഡായി. 4 വുഡ് ഞാൻ 16 വുഡാക്കി. അത്രേ ഉള്ളൂ. 1 2 3 4. ക്രാഫ്റ്റിംഗ് ടേബിള് സിമ്പിൾ. ഇനി പിക്കാക്സ് വേണം. പിക്കാക്സിന് സ്റ്റിക്ക് വേണം. ഒരു 12 സ്റ്റിക്ക് വേണം. അത് ഇരിക്കട്ടെ വെറുതെ രസത്തിന്. അവിടെ ഒരു വുഡിന് കുറവുണ്ടാ എടുക്കുക. വുഡ് ശ്രദ്ധിച്ചെടുക്കണം. വുഡിന് ഒരിക്കലും കുറവ് വരാൻ പാടില്ല. കറക്റ്റ് വുഡായിരിക്കണം. മരമൊക്കെ ഭയങ്കര പ്രഷ്യസ് ആണ്, അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. യെസ്, അങ്ങനെ ഞാൻ പിക്കാക്സ് ഉണ്ടാക്കി. ലെറ്റ്സ് ഗോ. ഇനി ഫർണൈസ് ഉണ്ടാക്കാം. ഇവനെ കൊന്നാൽ ഫുഡ് കിട്ടും. ഇവനെ കൊല്ലാം. ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. നിനക്ക് ലാസ്റ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വാ എന്തോ പറഞ്ഞ്. പക്ഷെ നമ്മൾ ഇനി കൊന്നു. ഇനി അണ്ടർഗ്രൗണ്ടിലേക്ക് കുഴിച്ച് കല്ലെടുക്കാം. പോട്ടെ, താഴോട്ടെ. ഇത് കണ്ടാ, കോള് കിട്ടി. എടാ, കോളെന്ന് പറയുന്ന ഒരു റയർ ആയിട്ടാ. കുക്ക് ചെയ്യാൻ വേണ്ടി ചൂടാക്കാൻ വേണമായിരുന്നു. അതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. അതെനിക്ക് കിട്ടി. അത്രേ ഉള്ളൂ. ഒരു കോളല്ല, ഇഷ്ടം പോലെ കോളുണ്ട് ഇവിടെ. നമുക്ക് ലോട്ടറി. പൊട്ടിച്ചോ. നിന്റെ പിക്കാക്സ് എന്താ സ്ലോ ആണോ? ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പൊട്ടുന്നത്. അവിടെ ഞാൻ ഒരു വലിയ കാര്യം മറന്നുപോയി. നമ്മൾ ബെഡില്ല ഇപ്പൊ ചാവും. സോംബീസ് വന്ന് കൊല്ലും. അയ്യോ, എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. താഴെ ഇരിക്കുക. അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടിരിക്കുക. ഓടാ. എനിക്കറിയില്ല. ഞാൻ പാവാ. എടാ, എന്നെ വെറുതെ വിടറ. നിനക്ക് എന്തിൻ്റെ ഇതാടാ? ഈ സോംബി എന്നെ കൊല്ലും. ഈ സോംബി എന്നെ മിക്കവാറും കൊല്ലും. ഓ, രക്ഷപ്പെട്ടു. ഭാഗ്യത്തെ രക്ഷപ്പെട്ടു. ഇനി കുറച്ച് കൊല്ലത്തേക്ക് വെയിറ്റ് ചെയ്യാം. രാവിലെ ആവാൻ പുറത്തിറങ്ങുക. ജീവനോടെ രക്ഷപ്പെട്ട്. ഫർണൈസ് ഉണ്ടാക്കാനുള്ള കല്ല് സെറ്റായി. ഫർണൈസ് ഉണ്ടാക്കാം. ഫർണൈസ് എങ്ങനെ ഉണ്ടാക്കുക? എനിക്കറിയാം. അങ്ങനെ ഫർണൈസ് ഉണ്ടാക്കി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഒരു വില്ലേജാ. അത് അത്ര ഈസി അല്ല. കാരണം വില്ലേജ് ഈ ഫോറസ്റ്റ് ഏരിയയിലൊന്നും ഉണ്ടാവില്ല. അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. കുറേ ദൂരം ട്രാവൽ ചെയ്ത് വേണം ഇനി വില്ലേജ് കണ്ടുപിടിക്കാൻ. എങ്ങനെയും പെട്ടെന്ന് വില്ലേജ് കണ്ടുപിടിക്കണം. ഈ സാധനം പൊട്ടിച്ചിട്ട് ഇവിടുന്ന് വിടാം വില്ലേജ് കണ്ടുപിടിക്കാൻ. അതിനു മുമ്പ് ഒരു ബോട്ട് വേണം. കാരണം വെള്ളത്തിലേക്ക് പോകാൻ ബോട്ട് വേണം. അതുകൊണ്ട് ഫസ്റ്റ് ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ. ബോട്ട്, BOAT. ഒരു ബോട്ട്. ഓക്കെ, ബോട്ടും കിട്ടി. ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ നാട് വിടാം. സ്വോർഡ് യുദ്ധത്തിനിരിക്കട്ടെ. യാത്ര തുടങ്ങുന്നു വില്ലേജിലേക്ക്. ഹായ് തവല. കൊല്ലണ്ട പാവം. നോ വയലൻസ് ആണ്. നോ വയലൻസ്. ബോട്ട് വെച്ച് ബോട്ടിൽ കയറി. ഞാൻ പൈരറ്റായി. വിജയം വിടട്ടെ. ശരിക്കും പാട്ടിട്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പാടിയ. പക്ഷെ ലൈക്ക് അടിക്കും. ഇത് നല്ല വെള്ളമല്ല. ഇത് വെള്ളം ഒരു രസമില്ല. ഇനി നമ്മൾ ഓഷ്യനിലോട്ട് കയറാൻ പോവാം. കടലിലേക്ക്. വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കടലിലേക്ക് കയറിയിരിക്കുന്നു. ലെറ്റ്സ് ഗോ. എനിക്കൊരു പേടിയുണ്ട്. സോംബീസ് എവിടുന്ന് വേണേലും അറ്റാക്ക് ചെയ്യും. ഹായ് മീൻ. എനിക്ക് മീനിനെ പിടിക്കണം. പൈരറ്റായി എനിക്ക് മീനിനെ പിടിക്കണം. ലെറ്റ്സ് ഗോ. ചാവ്. ഇതൊരു വെറൈറ്റി മീൻ. ഡോൾഫിൻ. ഓടോ, അത് നല്ല രസമുണ്ടാകുന്നു. അയ്യോ, ആരറ്റാക്ക് ചെയ്യുന്നു. ഡോൾഫിന്റെ ഫാമിലി എത്തി. രക്ഷപ്പെട്ടു. ഓടിക്കോ. ഭാഗ്യത്തിന് എന്തോ അതിന് ഒറ്റ ലൈഫിലെ രക്ഷപ്പെട്ടെ. വേഗം മീൻ എടുത്ത് കഴിക്കട്ടെ. ഞാൻ കുറേ എണ്ണത്തെ കൊന്നായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഒറ്റ ഒരു മീനുള്ളൂ. കുഴപ്പമില്ല. കുറച്ച് റോട്ടം ഫ്ലഷ് ചെയ്യുക. ഹൈ പോയിസൺ അടിച്ചു. പണി പാളി. ലൈഫ് വിടുന്നുണ്ട്. ഓ, മഴ. മീനുകളുണ്ട്, പക്ഷെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുന്നില്ല. നേരെ വില്ലേജിലേക്ക് തന്നെ. വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാ. ഞാൻ കുറേ ദൂരം ട്രാവൽ ചെയ്ത് എന്നിട്ട് ഒരു വില്ലേജ് പോലും കാണാനില്ല. ഇത്രക്ക് ടഫാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നമ്മൾ ഇന്ന് കുക്ക് ചെയ്യും ബ്രെഡ്. അതൊരു വില്ലേജാ? അതെൻ്റെ വീട്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇവിടെ എന്താ ലൈറ്റ് കത്തുന്നത്? ഇവിടെ എന്താ?
ഓ ലാവ നൈസ്. ലാവയിൽ കുറച്ച് മീൻ വെച്ച് ഫ്രൈ ആക്കിയാലോ. എനിക്ക് ഒറ്റൊരു വില്ലേജ് പോലും കാണാൻ പോലും കിട്ടുന്നില്ല. ടടടൺ ടൺ ടടടൺ ടൺ ടടടൺ. ആ സ്കെൽട്ടൺ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നു എന്നെ കൊല്ലാൻ. ഞാൻ വരൂല. അത് സോംബി ടാറ്റാ സോംബി ടാറ്റാ. ഇവിടെ ഒന്നുമില്ല. ഞാൻ പെട്ടു എന്നാ തോന്നുന്നത്. കുറേ ദൂരം ട്രാവൽ ചെയ്തു, പക്ഷെ ഇതുവരെ ഒരു വില്ലേജ് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബ്രെഡ് കുക്ക് ചെയ്യാൻ വില്ലേജ് കണ്ടുപിടിച്ച് പറ്റൂ. മഴ വന്ന് വെള്ളത്തിൽ വരുന്നതാണ് നല്ല രസമുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. താഴെ ഫുള്ള് വോൾക്കാനോ. വെള്ളത്തിൻ്റെ അടിയിൽ വോൾക്കാനോ. തീ എങ്ങനെയാണ് വരുന്നത് ആലോചിക്കേണ്ടതുണ്ട്. വേണ്ട, വെറുതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. അതാ വില്ലേജ്, അത് ലൈറ്റ് എത്തുന്നുണ്ട്. എന്തോ വീടാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ഒരു മരം. ഇതെൻ്റെ വീടല്ലേ. കറങ്ങി ഞാൻ ഇവിടെ എത്തിയോ. ഷേ കുഴപ്പമില്ല, എന്തായാലും വന്നതല്ല. ബെഡിൽ കിടന്നിട്ട് രാവിലെ ആക്കിയിട്ട് അടുത്ത യാത്ര തുടങ്ങാം. റോഡ് ട്രിപ്പ് ചെയ്യാം. ഇനി റോഡ് ട്രിപ്പ് ചെയ്യാം. എൻ്റെ ഷിപ്പാരും അടിച്ചുകൊണ്ട് പോകല്ലേ. രാവിലെയായി, റോഡ് ട്രിപ്പ് തുടങ്ങാം വില്ലേജിലേക്ക്. ലെറ്റ്സ് ഗോ. ലെഫ്റ്റ് കൈ കണ്ട, അതൊരു പവർഫുൾ ഷീൽഡാ. ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത. ഇനി സ്കെൽട്ടൺ വന്നു കഴിഞ്ഞാൽ അതിനെ തല അടിച്ചു കൊല്ലും. ടൈം ഇപ്പം രാത്രിയായി. എനിക്ക് തോന്നുന്നു എനിക്കിന്ന് വില്ലേജ് കിട്ടൂല എന്നാ. അതാ എൻഡർമാൻ. അതിൻ്റെ കണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തീർക്കും. അതിന് കണ്ണി നോക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ ആരാ തെറ്റ് ചെയ്യരുത്. എൻഡർമാൻ ഐ ഡോണ്ട് ലുക്ക്. ശരിക്കും ഇത്ര ഇമ്പോസിബിൾ ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആഫ്റ്റർ ഒരു കൊല്ലം ഓഫ് ട്രാവൽ. ഞാൻ ഇവിടെ ഒരു പോർട്ടൽ കണ്ടു. പോർട്ടൽ ഉണ്ടെങ്കിൽ വില്ലേജ് അടുത്തുണ്ടാവും. ഇതാ വില്ലേജ്. കിട്ടി. ചാവല്ലേ. അപ്പം തന്നെ ക്രീപ്പറിന് വന്ന് അടുത്തുനിന്ന് പൊട്ടണം. അവൻ വില്ലേജ് കിട്ടിയ മൂമെന്റിൽ വന്ന് തന്നെ കൊല്ലണം. ഓ വീറ്റ്. പക്ഷെ ഇത് പച്ച വീറ്റാ. എന്തായിരുന്നു ചെറിയ എടാ കൊല്ലല്ലേ പ്ലീസ്. നിന്നെ എന്താ ചെയ്തേ മോൻ? എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. വെറുതെ കൊല്ലല്ലേ നീ, കളിക്കല്ലേ. എടാ വീറ്റ്. ഞാൻ ചത്തുന്ന് മാത്രം പറയല്ലേ. ഞാൻ ബോധം കെട്ട് വീണേ. ഇനി കണ്ടോ, ടാൻ. മണിക്കൂറുകൾക്ക് ട്രാവലിന് ശേഷം ഞാൻ ഇവിടെ ആദ്യം വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റായി. ഇവിടെ ഗോളം ഉണ്ടാവും. അവരറിയാതെ ഈ വീറ്റ് അടിച്ചു മാറ്റണം. ടോട്ടൽ 20 വീറ്റ് കിട്ടി. ഇവനല്ലേ നേരത്തെ തന്നെ കൊന്നേ. ഈ ചെറിയ സോംബിനി ഇന്ന് തീർക്കും. ഇവൻ്റെ അന്ത്യം. വാ. നേരത്തെ നീ കൊന്നിട്ട് ഞാൻ 1 മണിക്കൂർ ആദ്യം ട്രാവലാക്കി. അവനെ തീർത്തപ്പോൾ ഒരു സന്തോഷം. ഈ വില്ലേജ് മൊത്തം ചെലന്തി പിടിച്ചിരിക്കുക. വില്ലേജസ് അല്ല, ഇപ്പം ചെലന്തികളെ ഇവിടെ താമസിക്കുന്നു. വേഗം ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടിട്ട് ബ്രെഡ് ഉണ്ടാക്കട്ടെ. ബ്രെഡ് 1 2 3. 1 2 3. ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നതായിരുന്നു. 1 2 3 4 5. ഒന്നല്ല 5 ബ്രെഡ് ഉണ്ടാക്കി. ഒരു കുക്കിംഗ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുന്ന കാണിക്കണം. അതുകൊണ്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഞാൻ ബ്രെഡ് ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച്